നമസ്കാരം. ബേസിലാണ്, വീട്ടിലാണ്. നമുക്ക് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ മാമ്പഴങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമാണ്, മാമ്പഴ സീസൺ ഓൾമോസ്റ്റ് തീരാറായി. സോ നമ്മൾ അതിൻ്റെ ഒരു റിവ്യൂ എടുക്കാമെന്ന് വെച്ചു. ഒരു ടേസ്റ്റ് ടെസ്റ്റിംഗ് അത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള മാമ്പഴം ഒന്ന് ബങ്കനാപ്പള്ളി, മൽഗോവ, ഇത് മല്ലികയാണ്, തോത്താപ്പുരി, നമ്മുടെ സിന്ദൂരം. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു 5 വെറൈറ്റീസാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഏറെ ഫേമസ് ആയിട്ടുള്ള മൽഗോവയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ എല്ലാ ഫിലിം സോങ്സിലും എല്ലായിടത്തും മൽഗോവ മാമ്പഴം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാമ്പഴമാണ് മൽഗോവ. നമുക്ക് മൽഗോവ മാമ്പഴം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. ഈ ഞെട്ടിയുടെ ഇവിടെ ഇത് നന്നായിട്ട് കുഴിഞ്ഞിരിക്കും. അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു തോട് പോലെ ഒരു ചാല് പോലെ ഒരു ഇത് കാണും. അതേപോലെ തന്നെ ഇവിടെ ഒരു കുനുപ്പ്. ഇത് മൂന്നും ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. അതേപോലെ തന്നെ നല്ല ഉരുണ്ട ഈ ഒരു ഷേപ്പിലുള്ള ഒരു മാമ്പഴമാണ് മൽഗോവ. മൽഗോവ ഒരു 250 വർഷങ്ങളായിട്ട് സൗത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മാമ്പഴമാണ് മൽഗോവ. സോ ഇതിൻ്റെ സീഡ് നട്ടും ഒക്കെ പല പല വെറൈറ്റികൾ, പുതിയ വെറൈറ്റികൾ സ്ലൈറ്റ് വേരിയേഷൻ അവൈലബിൾ ആണ്. ബട്ട് ഓൾമോസ്റ്റ് കുറേ കോമൺ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് കോമൺ ആയിരിക്കും. ബട്ട് ഇതിലും സ്ലൈറ്റ് ബെറ്റർ വെറൈറ്റീസും അല്ലാതെ സ്ലൈറ്റ് താഴെ നിൽക്കുന്ന കുറച്ച് വെറൈറ്റികളും കാണും. മൽഗോവയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സേലം മൽഗോവയാണ്. നമ്മുടെ ഭൗമ സൂചിക GI ഇൻഡിക്കേഷനുള്ള ഒരു മാമ്പഴമാണ് മൽഗോവ, സേലം മൽഗോവ. സോ ഈ മാമ്പഴം നമുക്ക് കിട്ടിയൊരു മാമ്പഴമാണ്. നമുക്കിതിൻ്റെ ടേസ്റ്റ് റിവ്യൂ ചെയ്യാം. ഒന്ന് മുറിക്കാം. ഒരു യെല്ലോ, ലൈറ്റ് യെല്ലോ അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് ഗോൾഡൻ കളർ ഫ്ലഷ് ആണ്. ചെറുതായിട്ട് ഫൈബർസ് ആണ്, അങ്ങനെ ഓവർ ഫൈബർസ് അല്ല, പക്ഷെ സ്റ്റിൽ കുറച്ച് നാര് നമുക്ക് കാണാം. അതേപോലെ തന്നെ നല്ല ജ്യൂസിയാണ്, നന്നായിട്ട് പഴുത്തിട്ടുള്ളത്. ആക്ച്വലി 2 ദിവസം മുമ്പ് തന്നെ എടുക്കേണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം. കൽക്കണ്ട മധുരമാണ്, കൽക്കണ്ട മധുരം, നല്ല മധുരം, ഒരു സ്ലൈറ്റ് അസിഡിക് ഫ്ലേവർ. ഒരു സ്ലൈറ്റ് അസിഡിക് ഫ്ലേവർ, നല്ല മധുരം. സേലത്തെ മാമ്പഴം ഇവിടെ തന്നെ. ഒരു അസിഡിക് ഫ്ലേവറാണ്, നല്ല മധുരമാണ്, ഒരു പ്രത്യേക ഒരു വാസന. ഇങ്ങനെ എടുത്തു പറയത്തക്ക എന്തിൻ്റെ വാസന എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ ഒരു വാസനയുള്ള മാമ്പഴം. വെരി ഗുഡ്. ഒരു ഡിസഡ്വാൻറ്റേജ് കേരളത്തിൻ്റെ ക്ലൈമറ്റിൽ നമ്മുടെ മണ്ണിൽ
ഇത് കുറച്ച് പെർഫോമൻസ് കുറവാണെന്നാണ് കേട്ടേക്കുന്നത്. അതർ ഇറ്റ് ഈസ് ടു ഗുഡ്. നിങ്ങൾക്ക് ഒരുപാട് ഒരു 5ൽ കൂടുതൽ മാങ്ങ വയ്ക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇവനൊരു തറവാടിയാണ്, നമുക്ക് വയ്ക്കാം. പണ്ട് മുതലേ ഒരു കുടുംബ പാരമ്പര്യമുള്ളവനാണ്. സോ യു ക്യാൻ ട്രൈ. പക്ഷെ നിങ്ങൾക്ക് ഇത് അധികം സ്ഥലമില്ല, അധികം വയ്ക്കാൻ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ദർ ആർ ബെറ്റർ വെറൈറ്റീസ്. അപ്പോൾ ഇതാണ് മൽഗോവ. ബംഗനാപ്പള്ളി ഒരുപാട് മാങ്ങകൾക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു ഷേപ്പാണ് ബംഗനാപ്പള്ളിക്ക്. ഇങ്ങനെ ഒരു ഒബ്ലിക് ഷേപ്പായിട്ടുള്ള ഒരു മാങ്ങ നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു മൽഗോവ പോലെ തന്നെ. മൽഗോവ എനിക്ക് തോന്നുന്നു ഒരു 600 to 800 അറ്റ്ലീസ്റ്റ് വെയിറ്റ് ഉണ്ട്. ഇതും ഏകദേശം അത്രയും തന്നെ വലുപ്പമുണ്ട്. പക്ഷേ ഇത് നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്നൊരു മാങ്ങയാണ് ബംഗനാപ്പള്ളി. ആന്ധ്രയുടെ മാങ്ങയാണ് ഇത്. നമ്മൾ പക്ഷെ കടയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പല വലുപ്പത്തിലുള്ള ബംഗനാപ്പള്ളിയാണ്. എനിക്ക് ഒരു കോമൺ സൈസ് കാണുന്നില്ല. സോ സൈസ് ഇസ് വേരിയിങ് ഐ തിങ്ക് ബിറ്റ്വീൻ സംവെയർ അറൗണ്ട് ഒരു 400-500 തൊട്ട് ഒരു 700-800 വരെ. ഇതെനിക്ക് തോന്നുന്നു ഒരു 800 ഗ്രാം തൂക്കമുള്ളൊരു മാങ്ങയാണ്. നല്ല മഞ്ഞ കളറാണ് പഴുത്ത് കഴിഞ്ഞാൽ. നമുക്കിന്ന് മുറിച്ച് നോക്കാം. നല്ല ഗോൾഡൻ യെല്ലോ കളറാണ് ഫ്ലഷ്. എല്ലാവരും പല പ്രാവശ്യം കഴിച്ചിട്ടുള്ള ഒരു മാങ്ങയായിരിക്കും, എന്നാലും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കഴിക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു മാങ്ങയാണ്. നല്ല ജ്യൂസി, അത്യാവശ്യം ക്രീമി, ഫൈബർ ഒട്ടും തന്നെ കാണാനില്ല. സ്ലൈറ്റ് ഫൈബറസ്, അധികം ഫൈബർ എന്ന് പറയാനേ ഇല്ല. കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാങ്ങയാണ്. പക്ഷെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇത് നമ്മൾ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് വായിലൊരു കഴിച്ച് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ചൊനക്കുത്ത് അത് കിട്ടും. സ്റ്റിൽ ഇറ്റ്സ് ഗുഡ്. നമ്മൾ ബദാമി എന്ന് പറഞ്ഞ് നമ്മൾ ബാംഗ്ലൂരൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റുള്ള മാങ്ങയാണ്. എനിക്ക് തോന്നുന്നു ബോത്ത് ആർ സെയിം. പക്ഷേ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ട് മാങ്ങയായിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് ബംഗനാപ്പള്ളി. ബംഗനാപ്പള്ളിയും കേരളത്തിൽ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള മാങ്ങയായിട്ടാണ് പറയുന്നത്. ബട്ട് like I said, there are better varieties. ഒരു 5 മാങ്ങ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മാങ്ങയാണ് ബംഗനാപ്പള്ളി. ബിക്കോസ് ദർ ആർ ബെറ്റർ വെറൈറ്റീസ്. നമുക്ക് നോക്കാം. അടുത്തത് സിന്ദൂര, എൻ്റെ ഒരു ഫേവറേറ്റ് മാങ്ങയാണ്. ഈ സിന്ദൂര ഈ ഒരു ഷേപ്പ്, നമ്മുടെ പ്രിയൂർ, നീലം, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പുള്ള മാങ്ങയാണ് സിന്ദൂര. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ബെനറ്റ് അൽഫോൺസാന്ന് നമ്മുടെ പാലക്കാടൊക്കെ കിട്ടുന്ന അതേ മാങ്ങ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഈ സിന്ദൂരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള സിന്ദൂര മുകളിലൊരു റെഡ് ബ്ലെമിഷ് കാണും, താഴെ ഒരു യെല്ലോ, ആ ഒരു രീതിയിലാണ്. ഇതെനിക്ക് തോന്നുന്നു ഫുള്ളി റൈപ്പനായിട്ടില്ല ഈ വെറൈറ്റിക്ക്. പക്ഷേ ആ റെഡിഷ് അപ്പിയറൻസ് മുകളിൽ കാണുന്നില്ല. ഈ സിന്ദൂര എന്ന പേര് തന്നെ കൊടുക്കുന്നത് തന്നെ ഈ സിന്ദൂരം, നെറ്റിയിലിടുന്ന സിന്ദൂരം, അത് ഈ മുകളിലുള്ളത് കൊണ്ടാണ് സിന്ദൂര എന്നുള്ള
പേര് കൊടുത്തത്. നമുക്കിന്ന് മുറിയാം. ഒരു റെഡിഷ് ടിൻ്റുള്ള ഒരു ഓറഞ്ച് ഫ്ലഷാണ്. ഒട്ടും തന്നെ ഫൈബറില്ല, നാരില്ല, നല്ല ജ്യൂസിയാണ്, നല്ല ക്രീമിയാണ്. എത്ര തന്നെ കഴിച്ചാലും മടുക്കില്ലാത്തൊരു മാമ്പഴമാണ് സിന്ദൂരം. ഇറ്റ്സ് വെരി ഗുഡ്, എൻ്റെ ഒരു ഫേവറേറ്റാണ്. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇത് നന്നായിട്ട് പഴുത്തില്ലെങ്കിൽ ഒരു പുളിയുണ്ട് വാങ്ങിക്കും. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവർ ഒരു ഷെൽഫ് ലൈഫ് നോക്കിയിട്ട് കുറച്ചൊരു 70 to 80% മൂത്ത മാമ്പഴമാണ് വിൽക്കുന്നത്. സോ അത് അത്ര പഴുത്തുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ല പുളിയായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് ആൾക്കാർ ആദ്യമായിട്ട് കഴിക്കുന്നവർ സിന്ദൂരം അത്ര നല്ലതല്ല എന്ന് പറയും. പക്ഷേ അതല്ല എൻ്റെ യാഥാർത്ഥ്യം. ശരിക്കും പഴുത്ത സിന്ദൂരം കിട്ടുവാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഇത് പുഴുക്കുത്ത്, നമ്മുടെ കേരള ക്ലൈമറ്റിൽ പുഴുക്കുത്ത് അത്യാവശ്യമുണ്ട്. ബിക്കോസ് ഇതിൻ്റെ തൊണ്ടിന് അത്ര കട്ടിയില്ലാത്തൊരു മാമ്പഴമാണ്. പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് വെരി ഗുഡ്. തൊലിക്ക് പോലും അത്ര കയ്പില്ല, അടിപൊളി. നമ്മളിങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. അടിപൊളി മാമ്പഴം. തോത്താപുരി എല്ലാവർക്കും അറിയുന്ന ഒരു മാമ്പഴമായിരിക്കും. തോത്താപുരി നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. തമിഴ്നാട്, കർണാടക, ആന്ധ്ര തോത്താപുരി. തോത്താപുരി എന്ന് പറഞ്ഞാൽ തെലുഗുവാണ്. തോത്താപുരി എന്നുള്ള ഒരു വേടിൻ്റെ അർത്ഥം തത്തമ്മച്ചുണ്ടൻ, തത്തച്ചുണ്ടൻ എന്നാണ്. അപ്പം നമ്മുടെ നാട്ടിലുള്ള കിളിച്ചുണ്ടൻ ഐ തിങ്ക് ബോത്ത് ആർ സെയിം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടും വാങ്ങിയായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കിളിച്ചുണ്ടനായിട്ട് ഇത് ഇഫ് ദേ ആർ നോട്ട് സെയിം, അറ്റ്ലീസ്റ്റ് ദേ ആർ ഐഡൻറ്റിക്കൽ. അത് ഓൾമോസ്റ്റ് ക്ലോസ് ആണ് കിളിച്ചുണ്ടനായിട്ട്. ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഈ ഒരു അടിവശത്ത് കിളിയുടെ ചുണ്ട് പോലെ അങ്ങനെ ഒരു കുനിപ്പുണ്ട്. മുകളിലും ഈ ഒരു ഷേപ്പ്, ഒരു യുണീക്ക് ഷേപ്പാണ്. അധികം മാങ്ങകൾക്ക് ഈ ഒരു ഷേപ്പില്ല. ഞാൻ മുറിക്കാം. ഭയങ്കര കട്ടിയാണ് ഇതിൻ്റെ ഫ്ലഷ്. നല്ലൊരു യെല്ലോ കളറാണ്. ഭയങ്കര കട്ടി, ഒട്ടും ക്രീമി അല്ല, ഫൈബർസാണ്. പുളിയാണ്, മധുരമുണ്ട്, പക്ഷെ പുളിയുടെ ആ ഒരു ഇതാണ് കയറി നിൽക്കുന്നത്. ഒരു ഫ്ലേവേഡാണ്, ഒരു ഒത്തൻറ്റിക് ടേസ്റ്റ് വരും. പുളി കൂടുതലായിട്ട്, മധുരം കുറവായിട്ട് മാങ്ങ. ഞാൻ മനസ്സിലാകുന്നത് ഇത് പഴുത്ത് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ പച്ചയ്ക്ക് കറി വയ്ക്കാൻ, അച്ചാറിടാൻ, അതേപോലെ പഴുത്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം സ്മൂത്തിയൊക്കെ ഉപയോഗിക്കും. ബിക്കോസ് ഇതൊരു ഹാർഡ് ഫ്ലഷ് ആണല്ലോ, അത്യാവശ്യം കിട്ടും. സ്മൂത്തിക്കൊക്കെ അത്യാവശ്യം കിട്ടും. റോ ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് തോത്താപുരി. എൻ്റെ അനുമാനം, എൻ്റെ വിശ്വാസം, ദിസ് ഈസ് സെയിം ആസ്
നമ്മുടെ കിളിച്ചുണ്ടൻ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം. ഇതാണ് തോത്താപ്പുരി. വെക്കണോ? എൻ്റെ അഭിപ്രായത്തിൽ നമ്മളധികം ഒരു വീട്ടാവശ്യത്തിന് വെക്കേണ്ടാത്ത ഒരു മാങ്ങയാണ് തോത്താപ്പുരി. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച് കറിക്കോ അല്ലെങ്കിൽ അച്ചാറിനൊക്കെ ഉപയോഗിക്കാം. വീട്ടിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു 3-4 മാമ്പഴമാണല്ലോ വെക്കേണ്ടത്. സോ ഞാൻ വെച്ചിട്ടില്ല, അതാണ് തോത്താപ്പുരി. ഫൈനലി നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മല്ലിക. പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു കോമൺ ഏകദേശം ബങ്കനാപ്പള്ളിയുടെയൊക്കെ ഒരു ഷേപ്പ്, അധികം യെല്ലോയിഷ് അല്ല തോട്, എന്നാലും ഓൾമോസ്റ്റ് യെല്ലോ ആവും, കുറച്ചുകൂടെ പഴുക്കും ഇത്. ഇതാണ് മല്ലിക. ഞാൻ മുറിക്കാം. ഇത് ഫുള്ളി റൈപ്പൻഡ് അല്ല, ഒരു 80% ആണ് പഴുത്തിട്ടുള്ളൂ. മല്ലിക നമുക്ക് അറിയാവുന്ന പോലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. നീലനും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയുടെ ദസേരി, ഈ 2 അടിപൊളി മാവുകൾ ക്രോസ് ചെയ്ത് അതിൻ്റെ ഹൈബ്രിഡ് പ്രോഡക്റ്റാണ് മല്ലിക. സോ ഇങ്ങനൊരു എടുക്കാനാണ്. സൂപ്പർ. ഒട്ടും ഫൈബറസ് അല്ല, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ. ഫ്ലഷിന് ഒരു ഡാർക്ക് ഓറഞ്ച് ആ കളറായിട്ട് വരും. ഇത് 80% ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ടു ഗുഡ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കേരളത്തിൽ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വെക്കേണ്ട ഒരു മാവാണ് മല്ലിക. ഹാവിങ് സെഡ് ദാറ്റ്, ഇതിനൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മുടെ ക്ലൈമറ്റിൽ ഒരു അപ് ടു 6 to 8 years എടുക്കും ഇത് ഫ്രൂട്ട് ചെയ്യാൻ. സോ നമുക്ക് ഒരു മാവ് മാത്രമാണ് വെക്കാൻ പ്ലാൻ ഉള്ളെങ്കിൽ മല്ലിക വെച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് യു വിൽ ഹാവ് ടു വെയിറ്റ് അപ് ടു 6 to 8 years. അതർവൈസ് നമുക്ക് 2-3 മാമ്പഴം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫ്രൂട്ട് കിട്ടുന്ന, നല്ല ഈൽഡ് കിട്ടുന്ന, അധികം പരിചരണം ആവശ്യമില്ലാത്ത കാലാപ്പാടി, കുളമ്പ് അല്ലെങ്കിൽ എക്സോട്ടിക് മാംഗോസ്, മഹാച്ചനോക്ക്, അതുപോലത്തെ മാമ്പഴങ്ങൾ 3-4 വെച്ചിട്ട് അതിന് സൈഡിലായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും വെക്കേണ്ട ഒരു മാമ്പഴമാണ് മല്ലിക. ലെറ്റ് ഇറ്റ് ഗ്രോ. അതൊരു പയ്യെ വളർന്നൊരു 5-6 വർഷമാകുമ്പോൾ പയ്യെ കാച്ചു തുടങ്ങും. ഒരു 6-7 വർഷമാകുമ്പോൾ അത്യാവശ്യം നല്ല നമ്പർ ഓഫ് മാമ്പഴം കിട്ടും നമുക്ക്. സോ നമ്മളിപ്പോൾ വെച്ച അപ്പം കഴിക്കാം. അടിപൊളി മാമ്പഴമാണ്. നമ്മൾ മസ്റ്റായിട്ടും പ്ലാന്റ് ചെയ്യേണ്ട ഒരു മാമ്പഴമാണ് മല്ലിക. സോ ഒരു 5 വെറൈറ്റി മാമ്പഴം എന്ന് നമ്മൾ കണ്ടു. കോമൺ ആയിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യൻ വെറൈറ്റീസാണ്. നമ്മൾ എക്സോട്ടിക് മാംഗോസിൻ്റെ വേറൊരു ദിവസം റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട. ലൈക്ക് ഐ സെഡ്, ഒരു ടേസ്റ്റ് ടെസ്റ്റിംഗ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരെ